പ്രിയമുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ഡിതന്മാർ പങ്കുവച്ച ഒരു ആശയം, ലാ തജ്ലിസ് സ്വാമിത്തൻ ഇല്ലാ ഹല്ലല വകബ്ബറ വസബ്ബഹ ഇന്നക ഫി അഫ്ളലി അയ്യാമി ദുനിയ. നീ ഈ ദിവസങ്ങളിലൊന്നും നിശബ്ദനായി മൗനത്തോടു കൂടി വെറുതെ ഇരിക്കുന്ന ഒരവസ്ഥ നിനക്ക് ഉണ്ടാകരുത്. ഒന്നുകിൽ ഇല്ലാ ഹല്ലല, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് വരുന്ന ദിക്റുകൾ ചൊല്ലിക്കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ വകബ്ബറ വസബ്ബഹ, അല്ലെങ്കിൽ തക്ബീർ ചൊല്ലിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കണം. ഇത് മൂന്നും ചെയ്തുകൊണ്ടല്ലാതെ ഈ ദിവസങ്ങളിൽ നീ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥ നിനക്ക് ഉണ്ടാകരുത്. കാരണം ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസങ്ങളിലൂടെയാണ് നീ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന ബോധ്യം നിനക്കുണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ഈ വർഷത്തില് ഇപ്പൊ അറബി മാസത്തിലെ ഏറ്റവും അവസാനത്തെ മാസമാണ് ദുൽഹിജ്ജ, അടുത്ത പുതുവർഷമാണ്. അപ്പൊ നമ്മുടെ ഒരു വർഷത്തിലെ ഏറ്റവും അവസാനത്തെ, ഈ വർഷത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളിലാണ് നമ്മൾ ഉള്ളത്. അപ്പൊ നമ്മളെങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. നമ്മൾ ഒന്നെങ്കിൽ ആ വെറുതെ ഇരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കണം, നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെയും ഒന്നെങ്കിൽ തസ്ബീഹും തഹ്ലീലും തക്ബീറും ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതൽ വർദ്ധിപ്പിച്ച ഒരു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്റുകളാണ് നബി പ്രത്യേകിച്ച് അറഫാ ദിനത്തിലൊക്കെ വർദ്ധിപ്പിച്ചത്. അപ്പൊ നമുക്ക് ധാരാളം തസ്ബീഹുകൾ അറിയാം, തക്ബീർ അറിയാം, തഹ്ലീൽ അറിയാം, മറ്റു ബാക്കി അറിയാം. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ വെറുതെ ഇരുന്ന് നിശബ്ദനായിരിക്കാതെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ഫ്രീ ആണെങ്കിൽ തക്ബീറും തഹ്ലീലും ചൊല്ലിക്കൊണ്ടിരിക്കണം. അപ്പൊ നമുക്ക് ബോധ്യവും ഞാൻ ഏറ്റവും ശ്രേഷ്ഠകരമായ ഈ ദിവസത്തിലൂടെയാണെന്നും അത് ഉപയോഗപ്പെടുത്തി എന്ന ഒരു സന്തോഷം നമുക്കുണ്ടാകും. അതുകൊണ്ട് ഉപയോഗപ്പെടുത്തുക, പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.